സൂചനകൾ ലഭിച്ചിരുന്നു. ആ ദൃശ്യങ്ങളിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഷിംജിത മുസ്തഫ ഇപ്പോൾ പിടിയിലായിരിക്കുകയാണ്. പോലീസ് ആത്മഹത്യാ പ്രേരണാകുറ്റം ചുമത്തിയാണ് കേസെടുത്തത്. തൊട്ടു പിന്നാലെ ഷിംജിത ഒളിവിൽ പോയിരുന്നു. ഇപ്പോൾ ഷിംജിത പിടിയിലായിരിക്കുന്നു. ആ ദൃശ്യങ്ങളിലേക്കാണ്. ബസ്സിൽ ലൈംഗികാതിക്രമ നടത്തിയെന്നുള്ള ആരോപണമാണ് ദീപക് എന്ന യുവാവിന് നേരെ ഷിംജിത ഉയർത്തിയത്. അതിന് തൊട്ടു പിന്നാലെയായിരുന്നു ദീപകിന്റെ ആത്മഹത്യ. വലിയ പ്രതീക്ഷ. ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ട ആള് മുലക്കരത്തിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് സ്വന്തം മാറിടം മുറിച്ചു നീക്കിയ നങ്ങേലിയൊന്നും അല്ല കേട്ടോ. ബസ്സിൽ തനിക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തിയ യുവാവ് എന്ന പേരിൽ ഒരു വ്യാജ വീഡിയോ ചിത്രീകരിച്ച് ബസ്സിൽ വെച്ച്, അതായത് ആ യുവാവ് അവളുടെ ശരീരത്തിൽ സ്പർശിക്കാഞ്ഞിട്ട് പോലും അവൾ മനഃപൂർവ്വം ചെന്ന് മുട്ടിച്ചു കൊടുത്തുകൊണ്ട് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുകയും അത് നവമാധ്യമങ്ങളിൽ ഇട്ടുകൊണ്ട് ആ യുവാവിനെ ആത്മഹത്യയിലേക്ക് തള്ളി വിടുകയും ചെയ്ത ഒരു ക്രിമിനലിനെയാണ് കേരള പോലീസ് കൊണ്ടുപോകുന്നത്. എന്താ സാർ, നിങ്ങളുടെ കേരള പോലീസിന്റെ വണ്ടിക്കൊന്ന് പെട്രോൾ അടിക്കാൻ ക്യാഷ് ഇല്ലേ? അതോ ശബരിമലയിലെ സ്വർണ്ണപ്പാളി അടിച്ചു മാറ്റി വിറ്റ കണക്ക് വകുപ്പിലെ വല്ല ഉന്നതന്മാരും അല്ലെങ്കിൽ വല്ല പോറ്റിമാരും കേരള പോലീസിന്റെ വണ്ടിയുടെ എല്ലാം എഞ്ചിൻ അടിച്ച് വിറ്റോ? അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുവാണ്. കാരണം കേരള പോലീസിന്റെ വണ്ടിയിലല്ല കൊണ്ടുപോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ചോദിച്ചത്. അതൊരു സംശയമായിട്ട് തോന്നാൻ കാരണം ശബരിമല പോലുള്ള ഒരു സുരക്ഷാ മേഖലയിൽ നിന്ന് സ്വർണ്ണപ്പാളി അടിച്ചു മാറ്റി വിറ്റിട്ട് കേരള പോലീസ് അറിഞ്ഞില്ല, അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികൾ അറിയാണ്ട് ഒത്തിരി നാൾ വൈകി. അതേപോലെ തന്നെ ഇനിയിപ്പോ സ്വന്തം വണ്ടിയുടെ എഞ്ചിൻ വല്ലവരും ഊരിക്കൊണ്ടുപോയി വല്ലതും മറിച്ചു വിറ്റോന്നും നിങ്ങൾ അറിയാഞ്ഞിട്ടാണോ എന്നൊരു സംശയം കൊണ്ട് ചോദിച്ചു പോയതാണ്. ഇവക്ക് എന്താണ് സാർ ഇത്ര പ്രത്യേകത? ആ ഇൻസ്റ്റാഗ്രാം റീലിനകത്ത് ഞങ്ങൾ എല്ലാവരും വ്യക്തമായിട്ട് കണ്ടാണ് ഇവള് ധരിക്കാത്ത ഒരു വസ്ത്രം. ആ വസ്ത്രമാണ് ഇന്ന് നിങ്ങൾ കൊടുത്തുവിട്ടിരിക്കുന്നത്. അവൾക്ക് സുരക്ഷ ഒരുക്കിയിരിക്കുന്നത്. അങ്ങനെ ഏതെങ്കിലും ഒരു ക്രിമിനലിന് സുരക്ഷ ഒരുക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല ആ വസ്ത്രം, പർദ്ദ. അന്നത്തെ ആ വീഡിയോയിൽ ഇവള് പർദ്ദയല്ല ധരിച്ചിരുന്നത്, വെറും ഒരു തട്ടവും ഒരു ചുരിദാറുമായിരുന്നു. അങ്ങനെയുള്ള ആ ക്രിമിനലിനെയാണ് ഇന്ന് നിങ്ങൾ പർദ്ദ ധരിപ്പിച്ചുകൊണ്ട് മാധ്യമങ്ങൾക്കിടയിൽ നിന്ന് അവളെ രക്ഷിച്ചുകൊണ്ട് പോയത്. ശരിക്കും പറഞ്ഞാൽ VVIP ട്രീറ്റ്മെന്റ് തന്നെയാണ് അവൾക്ക് കിട്ടാൻ പോകുന്നത്. ഈ കേസിന്റെ വിധി എന്താവുമെന്ന് ഇപ്പോൾ തന്നെ മനസ്സിലായി. ഈ കേസ് അട്ടിമറിക്കപ്പെടും. അതിന് കേരള പോലീസ് തന്നെ മുൻകൈയെടുക്കും. അതിന് കുറെ അധികം കാര്യങ്ങൾ മരണപ്പെട്ട ദീപകിന്റെ സുഹൃത്തുക്കൾ തന്നെ പറയുന്നുണ്ട്. അവൻ ചെന്ന് മുട്ടിയതല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പോലീസുകാർ ചോദിച്ചു എന്ന് പറയുന്ന ബൈറ്റുകളെല്ലാം ഞങ്ങൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഈ കേസ് എങ്ങനെയാവും എന്താവുമെന്ന്. ഇപ്പോൾ ഈ VVIP പരിഗണന കൂടെ കണ്ടപ്പോഴത്തേക്ക് കാര്യം ക്ലിയർ ആയി. എന്തായാലും കേരള പോലീസിന്റെ മേധാവിയോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ അറസ്റ്റ് ചെയ്തത് മുലക്കരത്തിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് സ്വന്തം മുലമുറിച്ച നങ്ങേലിനെയല്ല, ബസ്സിൽ തനിക്കെതിരെ വ്യാജ ലൈംഗിക അതിക്രമം ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് അങ്ങനെ തന്നെ പറയും, തനിക്കെതിരെ ലൈംഗിക അതിക്രമം ഉണ്ടായെന്ന് പറഞ്ഞിട്ട് വ്യാജ ആരോപണം ഉന്നയിച്ച് ഒരു ചെറുപ്പക്കാരനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട ഒരു തേർഡ് റേറ്റ് ക്രിമിനലിനെയാണ് നിങ്ങൾ ഇങ്ങനെ സംരക്ഷിച്ചുകൊണ്ട് പോകുന്നത്. നാണമില്ല പോലീസ്. കേവലം ഒരു മുൻ പഞ്ചായത്ത് മെമ്പറിന്റെ ഭയമാണെങ്കിൽ കേരള പോലീസിന്റെ ഓരോ പോലീസ് സ്റ്റേഷനുകളും ബാർബർ ഷോപ്പ് ആക്കി മാറ്റുന്നതായിരിക്കും നല്ലത്. കാരണം ഒരു പഞ്ചായത്ത് മെമ്പറിന് നിങ്ങൾക്ക് ഇത്രയും പേടി, ഇത് കഴിഞ്ഞ് മേലോട്ട് പോകുമ്പോൾ നിങ്ങൾ അവരെയൊക്കെ തൊടാൻ മടിക്കും. അതിൽ നല്ലത് പോലീസ് സ്റ്റേഷൻ എന്നുള്ള ബോർഡ് മാറ്റിയിട്ട് ബാർബർ ഷോപ്പ് എന്ന് പറയുന്നത് ആക്കുന്നതായിരിക്കും നല്ലത്. അത്ര മാത്രമേ പറയാനുള്ളൂ ഈ വിഷയത്തിൽ. പിന്നെ ഇവിടെ അനുകൂലിച്ചുകൊണ്ട് കുറെ അധികം നമ്മുടെ ഓൺലൈൻ ഫെമിനിസ്റ്റുകൾ എല്ലാം രംഗത്ത് വരുന്നുണ്ട്. അവർക്കൊക്കെ ഉള്ള മറുപടി ഇപ്പൊ തമിഴന്മാർ വരെ എടുത്തിട്ട് അലക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ വിഷയം. തമിഴ്നാട്ടിലെ ഓരോ സ്ത്രീകളും ഈ വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് വരികയാണ്. അവരെല്ലാം ചോദിക്കുന്നത് ഇവളോടുള്ള ചോദ്യമാണ്, അതാണ് നിങ്ങളോടും ഓൺലൈൻ ഫെമിനിസ്റ്റുകളോടുള്ള ചോദ്യം. ബസ്സിൽ ഒരു ചെറുപ്പക്കാരൻ നിന്റെയൊക്കെ ദേഹത്ത് പിടിക്കുമ്പോൾ നീയൊക്കെ ചിരിച്ചുകൊണ്ടാണ് വീഡിയോ എടുക്കുകയാണ് ചെയ്യുന്നത്, പകരം ചെവിക്കല്ല് അടിച്ചു പൊളിക്കാൻ നിങ്ങൾക്ക് എന്താ ധൈര്യമില്ലാത്തതെന്ന് ചോദിച്ചത്. 100% സാക്ഷരതയുള്ള സംസ്ഥാനമെന്ന് അവകാശപ്പെടുന്ന നമ്മളെ സാക്ഷരതയിൽ നമ്മൾ പിന്നിൽ നിൽക്കുന്നവർ എന്ന് ആരോപിക്കുന്ന തമിഴ്നാട്ടുകാർ പോലും എടുത്തിട്ട് അലക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു വിഷയത്തിൽ നിന്ന് ഓർക്കുമ്പോഴാണ് പണ്ട് ഒരു ഹിന്ദി യൂട്യൂബർ നമ്മുടെ കേരളത്തെ കുറിച്ച് പറഞ്ഞത് ഓർമ്മ വരുന്നത്. കേരള സാറ് 100% ലിറ്ററസി സാറ്. അത് ശരിക്കും വാസ്തവം. ഇപ്പൊ അന്ന് ആ ചെറുപ്പക്കാരൻ കളിയാക്കിയത് തന്നെയാണ് ഇന്ന് വാസ്തവത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ നിങ്ങൾ ഉൾപ്പെടുന്ന പൊതുസമൂഹത്തെ പോലും കഴുതകളാക്കിക്കൊണ്ടാണ് കേരള പോലീസ് ഈ വിഷയത്തിൽ ആ പ്രതിക്കൊപ്പം നിൽക്കുന്നത്. ഇതിനു മുൻപും കേരള പോലീസ് നിന്നിട്ടുണ്ട്. കഷായം ഗ്രീഷ്മയുമായിട്ട് ടൂറിന് പോകുന്ന പോലെയായിരുന്നു തെളിവെടുപ്പിന് പോകുന്നത്. ഓർക്കുന്നുണ്ടോ? അവൾ നല്ല കുട്ടിയാണ്, എഡ്യൂക്കേറ്റഡ് ആണ്. പറഞ്ഞത് ആരെക്കുറിച്ചാണ്? സ്വന്തം കാമുകനെ വീട്ടിൽ വിളിച്ചു വരുത്തി അവന് ജ്യൂസിൽ വിഷം കലക്കി കൊടുത്ത് കൊന്നവളെ. അവളാണ് എഡ്യൂക്കേറ്റഡ്, നല്ല സ്മാർട്ട് കുട്ടി. ഇതൊരു സ്മാർട്ട് കുട്ടിയാണെന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത തെളിവെടുപ്പിന്റെ സമയത്ത് കേരള പോലീസ് പറയുന്നില്ലെങ്കിൽ അത് അത്ഭുതമായിരിക്കും. അത് മാത്രമേ ഈ വിഷയത്തിൽ ഇപ്പൊ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ.
പിന്നെ കഷായം ഗിരീഷ്മയുടെ കാര്യത്തിൽ തെളിവുകളെല്ലാം അവർക്ക് എഗൻസ്റ്റ് ആയിട്ടുള്ളതുകൊണ്ട് പിന്നെ ആ ഇരുന്ന ജഡ്ജിക്ക് എന്തോ മനസ്സലിവ് ഉള്ളതുകൊണ്ട് അവളെ തൂക്കാണ്ട് വിധിച്ചു. പക്ഷെ അത് മേൽക്കോടതിയിലോട്ട് ചെല്ലുമ്പോൾ അത് തള്ളിപ്പോകുന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. പിന്നെ കൂടത്തായി ജോളി, കാർണോർ വധക്കേസിലെ ഷെറിന് ജയിലിൽ കിട്ടിയ VIP പരിഗണന എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇലക്ഷൻ ടൈമിൽ പോലും പ്രോട്ടോകോളുകൾ ലംഘിച്ചുകൊണ്ട് ഷെറിന് കിട്ടിയാൽ ജാമ്യം പോട്ടെ, ജാമ്യം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ജയിലിൽ നിന്ന് ഇടയ്ക്ക് കിട്ടുന്ന പരോള്, അത് ഇലക്ഷൻ പ്രോട്ടോകോൾ വരെ ലംഘിച്ചുകൊണ്ട് ഷെറിന് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഈ കേരള പോലീസ് തന്നെ അറിഞ്ഞുകൊണ്ടല്ലേ നടന്നത്. അപ്പൊ ഈ കേസിന്റെ വിധി എന്താവുമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് സാർ. അതുകൊണ്ട് തന്നെ ഈ കേസെങ്കിലും മുക്കരുത്. കാരണം ഈ ഒരു ആരോപണ വിധേയനായിട്ടിരിക്കുന്നത് ഈ ഒരു പെണ്ണിന്റെ സ്ഥാനത്ത് ഒരു പുരുഷനായിരുന്നെങ്കിൽ ഇന്ന് അവന്റെ ഫേസ് ഈ നാട്ടിലുള്ള സകല മീഡിയാസ് എടുത്തിട്ട് കാണിച്ചത്. പക്ഷെ കേരളത്തിലെ ഒറ്റ മാധ്യമങ്ങളും ആ ഒരു സാധനം എടുത്ത് വെച്ചിട്ടില്ല. അവളുടെ ഫേസ് റിവീൽ ചെയ്തിട്ടില്ല. ആകപ്പാടെ കാണിച്ചിരിക്കുന്ന ഏഷ്യാനെറ്റ് ന്യൂസ് മാത്രമാണ്. പിന്നെ ജനം TV ഉണ്ട് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളെ പോലുള്ള കുറച്ച് സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകൾ ഞങ്ങളെ കുറിച്ച് അങ്ങനെ പറയുന്നുള്ളൂ. ഞങ്ങൾ ആരും മീഡിയക്കാരല്ല. സാറ്റലൈറ്റ് മീഡിയക്ക് മാത്രമുള്ള കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള വകുപ്പിൽ നിന്ന് അനുമതിയുള്ളൂ. ഞങ്ങളെ പോലുള്ളവരെല്ലാം സാധാരണ സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മാധ്യമപ്രവർത്തകർ എന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കാറില്ല. അങ്ങനെ ഉള്ളപ്പോൾ ഈ കേരളത്തിൽ ഉൾപ്പെടെ ഉള്ള സകലമായ 24x7 ചാനലുകളും അവളുടെ ഫേസ് ഹൈഡ് ചെയ്തുകൊണ്ട് കൊടുത്തിരിക്കുന്നു വാർത്തകൾ. ആ യുവാവിന്റെ ഫേസ് റിവീലും ചെയ്യുന്നു. ഞാൻ ചോദിച്ചോളട്ടെ, ഇവളെ ഏതെങ്കിലും പീഡന കേസിൽ അതിജീവിതയാണോ? അല്ലെങ്കിൽ ഇവള് മൈനറാണോ? ഇവളെ പ്രായപൂർത്തിയാവുകയും ചെയ്തതാണ്. ഇവളൊരു പീഡന കേസിൽ ഇരയുമല്ല. എന്നിട്ടും കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഭയം അവളുടെ ഫേസ് കാണിക്കാൻ. നല്ല ഊമ്പിയ മാധ്യമധർമ്മം. അത്രമാത്രമേ ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ. അപ്പൊ ശരി എന്നാ.